ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആഗോള തിരുസഭയോട് ചേർന്ന് ഭാരതത്തിൻ്റെ പ്രഥമ അപ്പോസ്തലനായ തോമസ് സ്ലീഹായുടെ തിരുനാൾ ഈ പുണ്യദിനത്തിൽ തിരുസഭ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഏറെ വ്യത്യസ്തതകളുണ്ടായിരുന്ന ഒരു അപ്പോസ്തലനായിരുന്നു വിശുദ്ധ തോമസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും പലപ്പോഴും സംശയത്തിൻ്റെയും ഒപ്പം പ്രത്യാശയുടെയും വിശ്വാസ സാക്ഷ്യത്തിൻ്റെതുമായി നാം കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റെല്ലാവരും അസ്വസ്ഥതയോടെ മാറി നിന്നപ്പോൾ തോമസ് മാത്രം പറഞ്ഞു, നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം. എന്തോ ഒരു ധീരത, ഒരു പ്രത്യാശ. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പിതാവിങ്കിലേക്കുള്ള വഴിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വഴി ഞങ്ങൾക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ പിതാവിൻ്റെ അരികിൽ എത്തും എന്ന സംശയാസ്പദമായ ഒരു ചോദ്യം യേശുവോട് ചോദിച്ചു. യേശു അതിന് നൽകുന്ന ഉത്തരമാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്താൻ കഴിയില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ സാക്ഷ്യമാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ തോമസിൻ്റെ അസാന്നിധ്യത്തിൽ യേശു പ്രത്യക്ഷ ദർശനം നൽകി. യേശുവിനെ കണ്ടുവെന്നും യേശു അവരോട് സംസാരിച്ചുവെന്നും പറഞ്ഞപ്പോൾ തോമസ് അവിശ്വസിച്ചു. യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ, അവൻ്റെ കരങ്ങളിലെ മുറിപ്പാട് കാണാൻ, വിലാപിലെ തിരുമുറിവിൽ കരങ്ങൾ വെക്കാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവയെല്ലാം കണ്ടതല്ലാതെ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു അപ്പോസ്തലന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു തോമസിനെ സ്നേഹപൂർവ്വം വിളിച്ചു, തോമസ്, ഇവിടെ വരിക, നിന്റെ വിരൽ കൊണ്ട് എൻ്റെ വിലാപിലെ മുറിവിൽ തൊട്ടുകൊള്ളുക, എൻ്റെ കയ്യിലെ മുറിപ്പാടുകൾ കാണുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അവൻ ഇങ്ങനെ നിലവിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഭൂമിക്ക് വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ അനുഭവമായി തോമസ് അപ്പോസ്തലൻ്റെ ജീവിതം മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ തോമസ് സംശയത്തിൻ്റെ പ്രതീകമായിട്ടല്ല നാം കാണേണ്ടത്, മറിച്ച് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്ന വിശ്വസ്തമായ ഒരു കൃപയുടെ അനുഭവമായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനമാണ് സഭയുടെ ബലം, ഒരു വിശ്വാസിയുടെ ബലം, നിത്യജീവൻ്റെ കൃപയുടെ ഏറ്റവും മഹത്തായ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് ബലം നൽകുന്നതും കർത്താവായ യേശുവിലുള്ള വിശ്വാസവും അവിടെ സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന ബോധ്യവുമാണ്. ഈ ബോധ്യത്തെ, ഈ വിശ്വാസ സത്യത്തെ ഭൂമിക്ക് സംശയലേശമില്ലാതെ പകർന്നു നൽകുന്നത് തോമസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യത്തിലൂടെയാണ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും തൊട്ട് അനുഭവിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഏറെ അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയുന്ന ഏക അപ്പോസ്തലനും യഥാർത്ഥത്തിൽ തോമസ് അപ്പോസ്തലനാണ്. അവൻ യേശുവിൻ്റെ തിരുമുറിവുകൾ കണ്ടു, അവൻ്റെ മഹത്വം ദർശിച്ചു. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് കർത്താവിനോട് വാശി പിടിച്ചപ്പോൾ അവിടുന്ന് അവന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രഘോഷണവും അർത്ഥശൂന്യമായേനെ എന്ന്. അങ്ങനെയെങ്കിൽ ഉദ്ധാനത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളവും സാക്ഷ്യവുമാണ് അപ്പോസ്തലനായ തോമസ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന അനുതാപത്തിൻ്റെ നിലവിളിയോടുകൂടി ഭൂമിക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും മനോഹരമായ പാഠമെന്തെന്നോ, ക്രിസ്തു സത്യമായി ഉദ്ധാനം ചെയ്തു, ആ ദൈവത്തെ ഞാൻ കണ്ടു, അവൻ്റെ മുറിപ്പാടിൻ്റെ ആഴം ഞാൻ അറിഞ്ഞു, അവൻ്റെ കരങ്ങളുടെ മുറിവ് ഞാൻ കണ്ടു. ഈ വിശ്വാസത്തിൻ്റെ ധീരതയിൽ നിന്നുകൊണ്ടാണ് വിദൂര ദേശാടനം നടത്തി ഭാരതത്തിൻ്റെ മണ്ണിലെത്തുകയും ഇവിടെ അദ്ദേഹം സാക്ഷ്യം നൽകുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ കാരണമായത് ഈ അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനവും പകർന്നു നൽകിയ പ്രേക്ഷിത ദൗത്യവുമാണ്.
നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ നെഞ്ചിലേറ്റിയ ഈ വിശ്വാസ വെളിച്ചത്തെ ലോകത്തിന് പകരാനും പങ്കുവയ്ക്കുവാനും പരിശ്രമിക്കാം. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വം നമുക്ക് നൽകാം. സംശയലേശമെന്നെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും നിത്യതയെക്കുറിച്ച് പറയുവാനും നമുക്ക് സാധ്യമാകട്ടെ. ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് തിരികെ നടക്കാൻ നമ്മെ എല്ലാവരെയും പ്രാപ്തമാക്കണമേ എന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ മഹനീയമായ മാധ്യസ്ഥതയാൽ ഈ ദിനം നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.